ഹായ് ഗായ്സ്, വെൽക്കം ടു ഒരു കുട്ടി ട്രാവൽ വ്ളോഗ്. ഞങ്ങൾ ഓഫീസിൽ 4 പേരും കൂടി ഡൽഹി ഹിമാചൽ കറങ്ങാൻ പോയ ഒരു കുട്ടി ട്രാവൽ വ്ളോഗാണ്. ആലുവിൽ നിന്ന് ഞങ്ങൾ ട്രെയിൻ കയറി നിസാമുദ്ദീൻ ഡൽഹിയിലോട്ടുള്ള ട്രെയിനായിരുന്നു. അപ്പോൾ നമ്മൾ കയറിയപ്പോൾ തന്നെ ഫ്രൈഡ് റൈസൊക്കെ ഓൾറെഡി പാക്ക് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടായി. പിന്നുള്ള 3 നേരം പിറ്റേന്ന് 3 നേരം നമ്മൾ കുബൂസും മയണൈസും ലുല്ലും നമ്മൾ ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ടായി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഫുഡിൻ്റെ ചിട്ട കണ്ടിട്ടാണെന്നറിയാൻ പാടില്ല, നമ്മുടെ കൂടെ ഉണ്ടായ ഒരു ചങ്ങായി പഞ്ചാബിൽ പഠിക്കുന്ന ഒരു ചെറുക്കനാണ്. അവൻ്റെ ഉമ്മിച്ച് കൊടുത്തുവിട്ട പൊരിച്ച കോഴിയൊക്കെ നമുക്ക് കാണാം. അത് നമ്മൾ മനസ്സോടെ വേണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ്റെ നല്ല മനസ്സുകൊണ്ട് അവൻ നമുക്കത് തന്നു. പിന്നെ നമ്മൾ ട്രെയിനിൽ ബലൂൺ തട്ടിക്കളിയും ചീട്ടുകളൊക്കെ ആയിട്ട് വൈബടിച്ചിങ്ങോട്ട് വന്നു. നീണ്ട 40 മണിക്കൂറത്തെ ട്രെയിൻ യാത്ര കഴിഞ്ഞ് നമ്മൾ ആദ്യം തന്നെ ഡൽഹിയിലെത്തിയിട്ട് ചെയ്തത് ജമാ മസ്ജിദുമായിട്ട് ഫുഡ് കണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല വിശന്ന് പൊരിഞ്ഞിരുന്ന വെച്ചുകൊണ്ട് നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടി തന്നെ ഉള്ള യാത്രയിലായിരുന്നു. ആദ്യം തന്നെ നമ്മൾ പോയത് അസ്ലാം ചിക്കനിലായിരുന്നു. അസ്ലാം ചിക്കനിൽ പോയി നമ്മൾ ബട്ടർ ചിക്കൻ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മനസ്സും ശരീരവും തണുപ്പിക്കാൻ വേണ്ടി നമ്മൾ മുഹബ്ബത്ത് സർവത്തിൽ പോയി ഒരു സർവത്ത് കുടിച്ചു. ഇതാണ് ഓജി മുഹബ്ബത്ത് സർവത്ത്. വേറൊരു ഒന്നുകൂടി ഞങ്ങൾ ട്രൈ ചെയ്തായിരുന്നു, പക്ഷെ അത് ഇതിൻ്റെ അത്ര ടേസ്റ്റ് ഉണ്ടായില്ല. പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോയി ഖുറൈശി കബാബ് കോറ. ഇത് നമ്മൾ കുറേ വ്ളോഗിലൊക്കെ കണ്ടിട്ടുള്ള അതേ ഷോപ്പാണ്. ഇവിടെ നല്ല ഫുഡായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വെറുതെ മാർക്കറ്റൊക്കെ ഒന്ന് കറങ്ങി ചുമ്മാ ഷോപ്പിങ്ങൊക്കെ നടത്തി ഒരു പബ്ലിക് ടോയ്ലറ്റിൽ പോയി കുളിയൊക്കെ പാസ്സാക്കി. പിന്നെ 8:30 ദിവസം അതുവരെ നമ്മൾ ബസ്സൊക്കെ കാത്തിരുന്നു. കറക്റ്റ് ഒരു 8:15 8:20 ആയപ്പോൾ തന്നെ ബസ് വന്ന് നമ്മൾ യാത്ര തുടങ്ങി. ഒരു നല്ല ഉറക്കമുറങ്ങി രാവിലെ എണീക്കുമ്പോൾ മണാലി എത്തുമെന്ന് പറഞ്ഞത്. അപ്പോൾ ബാക്കി മണാലി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം.